റഷ്യ ഓർഷനിക് മിസൈൽ വെച്ചിട്ട് ക്ലസ്റ്റർ ബോംബ് വാർഹെഡ് എന്നുള്ള നിലയിലുള്ള ഒരു ഓർഷനിക് മിസൈലാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് വലിയ രീതിയിലുള്ള ഹൈ റൈസ് ടെമ്പറേച്ചർ ഇതിനകത്ത് ഉണ്ടായിട്ടില്ല. ഓർഷനിക് മിസൈൽ എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ടുള്ള ടെമ്പറേച്ചർ ഉണ്ടാവും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് പറഞ്ഞു വെച്ചിരുന്നത്. പക്ഷേ ഇവിടെ ക്ലസ്റ്റർ വാർഹെഡ് ആയതുകൊണ്ട് തന്നെ ഇത് ചിന്നിച്ചിതറിപ്പോയി വീഴുന്ന ശൈലിയിലാണ് ഇതിൻ്റെ അറ്റാക്ക്. പക്ഷേ ഇതിൻ്റെ മാക്സ് സ്പീഡ് വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ ഇന്റർസെപ്റ്റ് ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ല. അപ്പോൾ അങ്ങനെ ഓർഷനിക് മിസൈൽ വെച്ചിട്ട് കീവ് നഗരത്തിൽ തന്നെയാണ് അറ്റാക്ക് നടത്തിയിരിക്കുന്നത്. മാസീവായിട്ടുള്ള അറ്റാക്ക് തന്നെ. മാധ്യമങ്ങളെല്ലാം ഓർഷനിക്കും തന്നെയാണ് പറയുന്നത്. പക്ഷേ ഇതുവരെ റഷ്യ ഇത് ജസ്റ്റ് ഒരു സാമ്പിൾ അറ്റാക്ക് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ റഷ്യ ഇത് അവരുടെ ഓർഷനിക് മിസൈൽ ആണെന്നുള്ളത് ഇതുവരെ കൺഫേം ചെയ്തിട്ടില്ല. മാധ്യമങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇന്റർപ്രിട്ടേഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മൾ 2 ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, റഷ്യയും ബെലറസും ഈ ജോയിന്റ് എക്സസൈസ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഈ അറ്റാക്ക് നടത്തിയിരിക്കുന്നത്. മാസീവായിട്ടുള്ള അറ്റാക്കാണ്. ഇതുവരെ നടത്തിയ അറ്റാക്കുകളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു അറ്റാക്ക് തന്നെയാണിത്. വലിയൊരു ഏരിയ തന്നെ കത്തി നശിച്ചു പോയിട്ടുണ്ട്. ഇതിനകത്ത് ഉക്രൈൻ്റെ സൈഡിൽ നിന്ന് മരണനിരക്കുകളെ കുറിച്ചോ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫ്രാസ്ട്രക്ചർ ലോസിനെ കുറിച്ചോ ഒന്നും തന്നെ ഉക്രൈൻ്റെ സൈഡിൽ നിന്നും വാർത്തകളൊന്നും വന്നിട്ടില്ല. റഷ്യ മാരകമായിട്ടുള്ള ആക്രമണം നടത്തിയിട്ടുണ്ട്, തീവ്രവാദപരമായിട്ടുള്ള ആക്രമണം നടത്തിയിട്ടുണ്ടെന്നുള്ള സ്റ്റേറ്റ്മെന്റ് സെലൻസ്കി പറഞ്ഞിട്ടുണ്ട്. റഷ്യ ഓർഷനിക് മിസൈൽ വെച്ചിട്ട് ക്ലസ്റ്റർ ബോംബ് വാർഹെഡ് എന്നുള്ള നിലയിലുള്ള ഒരു ഓർഷനിക് മിസൈലാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് വലിയ രീതിയിലുള്ള ഹൈ റൈസ് ടെമ്പറേച്ചർ ഇതിനകത്ത് ഉണ്ടായിട്ടില്ല. ഓർഷനിക് മിസൈൽ എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ടുള്ള ടെമ്പറേച്ചർ ഉണ്ടാവും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് പറഞ്ഞു വെച്ചിരുന്നത്. പക്ഷേ ഇവിടെ ക്ലസ്റ്റർ വാർഹെഡ് ആയതുകൊണ്ട് തന്നെ ഇത് ചിന്നിച്ചിതറിപ്പോയി വീഴുന്ന ശൈലിയിലാണ് ഇതിൻ്റെ അറ്റാക്ക്. പക്ഷേ ഇതിൻ്റെ മാക്സ് സ്പീഡ് വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ ഇന്റർസെപ്റ്റ് ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ല. അപ്പോൾ അങ്ങനെ ഓർഷനിക് മിസൈൽ വെച്ചിട്ട് കീവ് നഗരത്തിൽ തന്നെയാണ് അറ്റാക്ക് നടത്തിയിരിക്കുന്നത്. മാസീവായിട്ടുള്ള അറ്റാക്ക് തന്നെ. മാധ്യമങ്ങളെല്ലാം ഓർഷനിക്കും തന്നെയാണ് പറയുന്നത്. പക്ഷേ ഇതുവരെ റഷ്യ ഇത് ജസ്റ്റ് ഒരു സാമ്പിൾ അറ്റാക്ക് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ റഷ്യ ഇത് അവരുടെ ഓർഷനിക് മിസൈൽ ആണെന്നുള്ളത് ഇതുവരെ കൺഫേം ചെയ്തിട്ടില്ല. മാധ്യമങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇന്റർപ്രിട്ടേഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മൾ 2 ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, റഷ്യയും ബെലറസും ഈ ജോയിന്റ് എക്സസൈസ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഈ അറ്റാക്ക് നടത്തിയിരിക്കുന്നത്. മാസീവായിട്ടുള്ള അറ്റാക്കാണ്. ഇതുവരെ നടത്തിയ അറ്റാക്കുകളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു അറ്റാക്ക് തന്നെയാണിത്. വലിയൊരു ഏരിയ തന്നെ കത്തി നശിച്ചു പോയിട്ടുണ്ട്. ഇതിനകത്ത് ഉക്രൈൻ്റെ സൈഡിൽ നിന്ന് മരണനിരക്കുകളെ കുറിച്ചോ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫ്രാസ്ട്രക്ചർ ലോസിനെ കുറിച്ചോ ഒന്നും തന്നെ ഉക്രൈൻ്റെ സൈഡിൽ നിന്നും വാർത്തകളൊന്നും വന്നിട്ടില്ല. റഷ്യ മാരകമായിട്ടുള്ള ആക്രമണം നടത്തിയിട്ടുണ്ട്, തീവ്രവാദപരമായിട്ടുള്ള ആക്രമണം നടത്തിയിട്ടുണ്ടെന്നുള്ള സ്റ്റേറ്റ്മെന്റ് സെലൻസ്കി പറഞ്ഞിട്ടുണ്ട്.